ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട്, അതായത് ആദ്യമായിട്ട് നമുക്ക് ചാനലിൽ എങ്ങനെ പ്രൈമർ അടിക്കുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റോൾ പേപ്പർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഉളിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജനൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ജനലിന് മുകളിലൂടെ വരുന്ന ഈ ഒരു സിമെൻറ്റ് തേപ്പിൻ്റെ ടൈമിലും അതുപോലെ തന്നെ മെയിൻ വാർപ്പ് നടക്കുന്ന സമയത്തൊക്കെ തെറിച്ച് വീഴുന്ന സിമെൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ജോലി പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഇത്ര റിസ്ക് ഇല്ലാതെയൊക്കെ തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് ശേഷം പൊടിയെല്ലാം നല്ല രീതിയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് പ്രൈമർ അടിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ പ്രൈമറിന് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് STയുടെ 4 ലിറ്റർ വരുന്ന ബ്രൗൺ പ്രൈമറാണ്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ടൈമായിട്ട് തന്നെ നമ്മളത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു 4 ലിറ്റർ ബ്രൗൺ പ്രൈമറിന് പുറമെ STയുടെ തന്നെ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് വരുന്ന 2 ലിറ്റർ പെയിൻറ്റും കൂടെ നമ്മളിതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 ലിറ്റർ ഈ ഒരു 4 ലിറ്റർ പ്രൈമറിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ജനലിന് പ്രൈമറാണ് അടിച്ചതെന്ന് മനസ്സിലാവുകയില്ല. പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് ഇതുവഴി ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിന് പുറമെ ആവശ്യമുള്ള ടർപ്പൻ്റെ കൂടെ ചേർത്ത് നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഒപ്പം കൂടുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമുക്കിനി പ്രൈമർ അടിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 2 ഇഞ്ച് വരുന്ന ബ്രഷാണ്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ജനലും കൂടെ അടിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഭാഗത്ത് കട്ട പിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പൊടി തട്ടാൻ മറന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതിന് പുറമെ നമ്മൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ തന്നെ അത് വലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. അതും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ടർപ്പൻ്റ് ഉപയോഗിച്ച് ഇത് ലൂസാക്കുന്ന സമയത്ത് ഒരുപാട് കട്ടി കൂടാതിരിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പെയിൻറ്റിങ് പരമായിട്ടുള്ള എല്ലാ വർക്കുകൾക്കും പുറമെ പുട്ടി വർക്ക്, അതുപോലെ തന്നെ പോളിഷ്, നമ്മൾ റൂഫിൻ്റെ മുകളിൽ വരുന്ന വാട്ടർ പ്രൂഫിങ്, അതുപോലെ ജിപ്സം തുടങ്ങിയ എല്ലാ വർക്കുകളും നമ്മൾ സൈറ്റിൽ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും വർക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ദിവസം വീണ്ടും കാണാം.